ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ പരിഹാര പ്രദക്ഷിണത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നേതൃത്വം നൽകി. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം അനുസ്മരിച്ച് ഞായറാഴ്ച ഉയർപ്പു തിരുനാൾ ആഘോഷിക്കും. 50 നോമ്പിനും ഇതോടെ സമാപനമാകും. യേശുക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കുരിശുമരണം വരിച്ചു എന്നാണ് ക്രൈസ്തവ വിശ്വാസം. ദുഃഖവെള്ളി കുരിശുമരണത്തിന്റെ ഓർമ്മയാചരണമാണ്. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ പരിഹാര പ്രദക്ഷിണം ഭക്തനിർഭരമായി. നൈരാശ്യമില്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിന്റെ നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭീതിയില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ കോതമംഗലം ടൗൺ ചുറ്റിയുള്ള കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കുകൊണ്ടു. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയാചരണമാണ് ഈസ്റ്റർ. ഞായറാഴ്ചയാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത്. പള്ളികളിൽ പ്രത്യേക ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഇതോടെ 50 നോമ്പിനും സമാപനമാകും. GTV ന്യൂസ്, കോതമംഗലം.